മത്തായി സുവിശേഷം 19 അധ്യായം 16 വാക്യം നാം വായിക്കുമ്പോൾ, അനന്തരം ഒരുത്തൻ വന്ന് യേശുവിനോട്, ഗുരു, നിത്യജീവനെ പ്രാപിപ്പാൻ ഞാൻ എന്ത് നന്മ ചെയ്യണം എന്ന് ചോദിച്ചു. അവൻ്റെ ഉള്ളിൽ കുറേ ഏറെ നന്മകൾ ചെയ്താൽ നിത്യജീവൻ ലഭിക്കുമെന്നാണ് ആ മനുഷ്യൻ അതുവരെയും ചിന്തിച്ചിരുന്നത്. യേശു പറഞ്ഞു, എന്നോട് നന്മയെക്കുറിച്ച് ചോദിക്കുന്നത് എന്ത്? നല്ലവൻ ഒരുത്തനേ ഉള്ളൂ. കർത്താവ് അതിന് പറയുകയാണ്, നീ നല്ലവനാകാൻ നോക്കി നിത്യജീവൻ പ്രാപിക്കാൻ നോക്കണ്ട. നല്ലവൻ ഒരുവനേ ഉള്ളൂ, അത് ദൈവമാണ്. പക്ഷേ നീ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. കർത്താവ് വ്യക്തമായി പറയുകയാണ്, ജീവനിൽ കടപ്പാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ കൽപ്പനകളെ പ്രമാണിക്കുക എന്ന് അവനോട് പറഞ്ഞു. ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്ന ദൈവിക കൽപ്പനകളെ പ്രമാണിക്കുകയും ദൈവവചനം അനുസരിക്കുകയും ചെയ്യുന്നതാണ് നിത്യജീവൻ പ്രാപിക്കുവാനുള്ള ഏക മാർഗമെന്ന് കർത്താവ് പറയുകയാണ്. ഈ വചനമാണ് നമുക്ക് നിത്യജീവൻ തരുന്നത്. വചനമാണ് നമ്മെ ദൈവത്തോട് അടുപ്പിക്കുന്നത്. വചനമാണ് നമുക്ക് രക്ഷ തരുന്നത്. ഏവ എന്നവൻ ചോദിച്ചു, കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക, കൂട്ടുകാരൻ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കുക എന്നിവ തന്നെ എന്ന് പറഞ്ഞു. അവൻ പറയുകയാണ്, യൗവനക്കാരൻ അവനോട്, ഇവയൊക്കെ ഞാൻ പ്രമാണിച്ചു വരുന്നു. ഇതൊക്കെ പ്രമാണിച്ചിട്ടും നിത്യജീവൻ ലഭിച്ചില്ല എന്നൊരു അനുഭവമാണ് അവൻ്റേത്. പ്രിയപ്പെട്ടവരെ, ചില പ്രമാണങ്ങളോ ചില ആചാരങ്ങളോ ചില അനുഷ്ഠാനങ്ങളോ ചെയ്തു കൂട്ടിയാലും നിത്യജീവൻ്റെ അനുഭവം ലഭിക്കണമെന്നില്ല. നിത്യജീവൻ അതൊരു അനുഭവമാണ്. അത് യേശു തരുന്ന ഒരു ഭാഗ്യ പദവിയാണ്. ചെയ്ത് നേടേണ്ടതല്ല, എന്നാൽ വിശ്വസിച്ച് പ്രാപിക്കേണ്ടതാണ് നിത്യജീവൻ.